ഈ ബയോട്ടോറിയത്തിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബയോട്ടോറിയം എന്ന് സെർച്ച് ചെയ്യുക. ഈ ബയോട്ടോറിയം എന്ന് നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഈ ബയോട്ടോറിയം ലോഗിൻ എന്നുള്ളത് കാണാം. ഇവിടെ ഈ ബയോട്ടോറിയം ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. രജിസ്റ്റർ ബയോ മാഗ്നറ്റിക് മാട്രസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കമ്പനിയുടെ രജിസ്റ്റർ ഫോമായ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആ ഫോമിൽ ആദ്യം തന്നെ സ്പോൺസർ കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് സ്പോൺസർ എങ്കിൽ സ്പോൺസർ കോഡ് അവിടെ അടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ആരാണോ സ്പോൺസറായിട്ട് വരുന്നത്, ആരുടേതാണോ അടിക്കേണ്ടത് ആ സ്പോൺസർ കോഡ് അവിടെ അടിക്കുക. സ്പോൺസർ കോഡ് അടിച്ചാൽ തൊട്ട് താഴെ തന്നെ സ്പോൺസർ നെയിം ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതിനുശേഷം ചോദിക്കുന്നത് പ്ലേസ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. പ്ലേസ്മെൻറ്റ് ചോദിക്കുന്നത് ലെഫ്റ്റ് ആണോ ഇടേണ്ടത്, റൈറ്റ് ആണോ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് കൊടുക്കാം, റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് നമുക്ക് കൊടുക്കാം. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലൂ കളറിൽ ഡോട്ട് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം ചോദിക്കുന്നത് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസിൽ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. ഈ ഫുൾ നെയിം നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ പേരെങ്ങനെയാണോ ആ പേരാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാം. മൊബൈൽ നമ്പർ ചോദിച്ച ശേഷം അതിന് തൊട്ട് താഴെ വരുന്നത് അലേർട്ട്നെറ്റ് മൊബൈൽ നമ്പറാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഈ കള്ളിയിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. അതിനുശേഷം ചോദിക്കുന്നത് ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി തെറ്റാണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണോ വരുന്നത് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങളവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വരുന്നത് ജെൻഡർ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഈ ജെൻഡർ എന്നുള്ള ഓപ്ഷൻ്റെ സെലക്റ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു മാർക്ക് വേണം. അതിൽ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തെളിഞ്ഞു വരും. അതിൽ നമ്മൾ ഫീമെയിൽ ആണോ മെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം വരുന്നത് മെറിറ്റൽ സ്റ്റാറ്റസ് ആണ് കൃത്യമായിട്ട് വരുന്നത്. മെറിറ്റൽ സ്റ്റാറ്റസ് അതിൽ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിംഗിൾ ആണെങ്കിൽ സിംഗിൾ എന്ന് കൊടുക്കാം, മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരുപാട് ഡേറ്റുകൾ വരുന്നുണ്ട്. ആ ഡേറ്റിൽ ഏത് ഡേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം വരുന്നത് നമ്മൾ ഏത് മാസമാണോ ജനിച്ചത് എന്നുള്ളതിൻ്റെ ആ മന്ത് എന്നുള്ളതിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓരോ മാസത്തിൻ്റെയും പേര് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിലേത് മാസമാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്നത് ഇയർ ആണ്. നിങ്ങൾ ഏത് വർഷമാണോ ജനിച്ചത് എന്നുള്ളത്, ആ ജനിച്ചതെന്നുള്ളത് ഏത് വർഷം എന്നുള്ള ഒരുപാട് വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വർഷത്തിൽ ഏത് വർഷമാണോ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം വരുന്നത് നമ്മുടെ വേറെ ഓപ്ഷൻ വരുന്നത് വെച്ചാൽ പാൻ നമ്പർ അടിക്കാനുള്ളൊരു ഇതാണ് വരുന്നത്. പാൻ നമ്പർ അടിക്കാനുള്ളൊരു കള്ളിയാണ് വരുന്നത്. ആ പാൻ നമ്പർ അടിക്കേണ്ട കള്ളിയിൽ നിങ്ങളുടെ പാൻ നമ്പർ തെറ്റാണ്ട് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വരുന്നത് ലോഗിൻ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻസാണ് വരുന്നത്. ആ ലോഗിൻ ഡീറ്റെയിൽസിൽ നമ്മൾ ലോഗിൻ പാസ്വേഡ് എന്നുള്ളത് അവിടെ കൊടുക്കുക. ലോഗിൻ പാസ്വേഡ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു 123 വേണമെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി. മേലെ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ ഇവിടെ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യുമ്പോൾ മേലെ ഏതാ നമ്പറാണോ കൊടുത്തത് 123 കൊടുത്ത് ആ സെയിം നമ്പർ തന്നെ തൊട്ട് താഴെ കൺഫേം ലോഗിൻ പാസ്വേഡ് എന്നുള്ളതിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വരുന്നത് ട്രാൻസാക്ഷൻ പാസ്വേഡ് ആണ്. അതും നമുക്ക് വേണമെങ്കിൽ 123 വേണമെങ്കിൽ അത് കൊടുത്താൽ മതി. അതിനുശേഷം വരുന്നത് കംപ്ലീറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. കംപ്ലീറ്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ആ കംപ്ലീറ്റ് അഡ്രസ്സ് എന്നുള്ളതിൽ ആദ്യത്തിൽ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള പോസ്റ്റൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ അതിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പോസ്റ്റൽ അഡ്രസ്സ് കൃത്യമായിട്ട് പോസ്റ്റൽ അഡ്രസ്സ് ഏതാണോ അത് കൃത്യമായിട്ട് ഇവിടെ
അതിൽ കൊടുക്കുക. അതിനുശേഷം റീ എൻ്റർ യുവർ സ്റ്റേറ്റ് എന്നുള്ളത് കാണാം. അതിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണോ എന്നുള്ളത് ഉണ്ടാവും. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീ എൻ്റർ ആഡ് യുവർ സിറ്റി വില്ലേജ്, അഥവാ ഏത് സിറ്റിയിലാണ് നിങ്ങളുള്ളത് ആ സിറ്റി നിങ്ങളിവിടെ സെലക്ട് ആ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഏത് അടിക്കാനുള്ള ഓപ്ഷൻസ് താഴെ വരും. അത് നമ്മൾ ഏത് ജില്ലയിലാണോ ആ ജില്ല, അല്ലെങ്കിൽ ഏത് സിറ്റിയാണോ വരുന്നത് ആ സിറ്റി നമ്മളിവിടെ എൻ്റർ ചെയ്യുക കൃത്യമായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെയായിട്ട് റീ എൻ്റർ യുവർ പിൻകോഡ് എന്ന് കാണാം. പിൻകോഡ് കൃത്യമായിട്ട് അവിടെ പിൻകോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് ബാങ്കിങ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ബാങ്കിങ് ഡീറ്റെയിൽസിൽ അക്കൗണ്ട് ഹോൾഡറുടെ പേര് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അടിച്ച അതേ പേരിന് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതിനുശേഷം ബാങ്കിൻ്റെ നെയിം അടിക്കുക. ബാങ്കിൻ്റെ നെയിം നമുക്ക് ഏത് ബാങ്കാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ആ ബാങ്കിൻ്റെ നെയിം കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അത് ആ ഫെഡറൽ ബാങ്കിൽ നിന്ന് കൊടുക്കാം, ആക്സിസ് ബാങ്ക് ആണെങ്കിൽ നമുക്ക് ആക്സിസ് ബാങ്കിൽ നിന്ന് കൊടുക്കാം. അങ്ങനെ ഏതാണോ ബാങ്ക് ആ ബാങ്ക് കൃത്യമായിട്ട് ബാങ്കിൻ്റെ നെയിം അവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം വരുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റാണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം വരുന്ന അക്കൗണ്ട് ടൈപ്പാണ്. അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളതിൽ നമ്മൾ സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സേവിങ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ബാങ്ക് അക്കൗണ്ട് ആണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്നത് നമ്മുടെ ബ്രാഞ്ച് നെയിമാണ് ചോദിക്കുന്നത്. ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിമാണ് ചോദിക്കുന്നത്. ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിം കൃത്യമായിട്ട് തന്നെ ഏത് സ്ഥലമാണ് വരുന്നത് ആ സ്ഥലം കൃത്യമായിട്ട് തന്നെ അവിടെ കൊടുക്കുക. അതിനുശേഷം വരുന്നത് IFSC കോഡാണ്. IFSC കോഡ് ബാങ്കിൻ്റെ IFSC കോഡ് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുക. ബാങ്കിൻ്റെ പാസ്ബുക്കിൽ IFSC കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതവിടെ തെറ്റാണ്ട് തന്നെ കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ അടിച്ച ഡീറ്റെയിൽസൊക്കെ ശരി തന്നെയാണോ എന്ന് വിലയിരുത്തുക. കാരണം ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, താഴേക്കൊന്ന് നീക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചത് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ, സ്പോൺസർ കോഡ് തെറ്റിയിട്ടുണ്ടോ, അതുപോലെ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കമ്പനിയുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കള്ളി കാണാം. അതിൽ കമ്പനീൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അതിൽ ഒന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു നീല ടിക്കായിട്ട് വരും. അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ID ക്രിയേറ്റ് ആയതിൻ്റെ ID സക്സസ് ആയതിൻ്റെ ഒരു ഫോം വരും. ആ ഫോം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ID ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.